അവർ ടി വി 24/7 വാർത്താ വാരാന്ത്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലഫ്റ്റനന്റ് ജനറൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ക്രൗൺ പ്രിൻസ് ഓഫ് ദുബായ്, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ടു ദി റാങ്ക് ഓഫ് ലഫ്റ്റനന്റ് ജനറൽ പദവിയിലേക്ക് വന്ന ഷെയ്ഖ് ഹംദാനെ ആദ്യമായി തന്നെ ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാ മലയാളികളുടെയും കൂടി ഒരു ആശംസയായി ഇതിനെ ഞങ്ങൾ കണക്കാക്കുകയാണ്. കഴിഞ്ഞ വാർത്താ വാരാന്ത്യത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് റംസ് 100,000 ഫൈൻ ജയിൽ ഫോർ ഡ്രൈവേഴ്സ് ഹൂ ഫ്ലീ ആഫ്റ്റർ കാസിംഗ് ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്ന ഡ്രൈവേഴ്സിന് ശക്തമായ പനിഷ്മെൻ്റാണ് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 1,00,000-ൽ പരം രൂപയുടെ ഫൈനും ഇതുകൂടാതെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മുടെ നാട് പോലെയല്ല UAE വളരെ സിസ്റ്റമാറ്റിക്കാണ്, എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ ഒരു ആക്സിഡൻറ്റ് നടന്ന ആ സ്ഥലത്ത് നിന്ന് ഒരിക്കലും ഓടി ഒളിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ മിസ്റ്റേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് ആയിക്കോട്ടെ, എന്ത് തന്നെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഒരു ആക്സിഡൻറ്റ് സീനിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്, രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഒരു ആക്സിഡൻറ്റ് നടന്നാൽ ഉടനെ തന്നെ പോലീസുമായി ബന്ധപ്പെടുകയും നമ്മുടെ നിയമപരമായ എല്ലാ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് മാറാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും മലയാളികളായ ഒരുപാട് പേർ, പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഡ്രൈവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഇവിടുത്തെ നിയമങ്ങളൊക്കെ തന്നെ ഒരുവിധം അറിയാവുന്നവരാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ UAE ലൈസൻസ് എടുക്കാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഒരുപക്ഷെ പാനിക്കായിട്ട് ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ പാനിക്കായി തന്നെ ഉടനെ തന്നെ ആക്സിഡൻറ്റ് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് മാതാപിതാക്കളോടുത്ത് പറയുകയോ അല്ലെങ്കിൽ അത് ഒളിച്ചു വയ്ക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ ഈ ഒരു പുതിയ നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. UAEയുടെ നിയമങ്ങൾക്ക് അനുസൃതമായ എല്ലാ പ്രൊസീജിയറുകളും പൂർത്തിയായതിനു ശേഷം മാത്രമേ ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പാടുള്ളൂ. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനപ്രദമായ ഒരു വാർത്ത എന്നത് യൂണിവേഴ്സിറ്റി ഇൻ ദുബായ് ലൈൻ അപ്പ് സ്കോളർഷിപ്പ്. വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതായത് ഈ 2025, അതായത് ഈ വർഷത്തെ അക്കാഡമിക് ഇയർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തുടങ്ങുന്ന ഈ അക്കാഡമിക് ഇയറിൽ തന്നെ 15 to 50% സ്കോളർഷിപ്പ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ, ഇവിടെ പഠിക്കുന്ന കുട്ടികളായിരുന്നാലും അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നിൽക്കുന്ന കുട്ടികളായിരുന്നാലും ഒക്കെ തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. അതിൻ്റെ ഒരു അല്പം ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ഒരു യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണ് എങ്കിൽ അമിതി യൂണിവേഴ്സിറ്റി അപ് ടു 50% സ്കോളർഷിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാറ്റഗറീസൊക്കെ തന്നെ അമിതി കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഇത്തരമൊരു സ്കോളർഷിപ്പ് കൊടുത്തിരിക്കുന്ന. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇന്നോവേഷൻ ടെക്നോളജി ആവാം, അങ്ങനെയൊക്കെയുള്ള ഓരോ മേഖലകൾ, ആ കുട്ടികളുടെ സ്പെഷ്യലൈസിങ് ആയിട്ടുള്ള മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പെർസെൻറ്റേജ് ഓഫ് ദ സ്കോളർഷിപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ മറ്റൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷനാണ്. ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയും 5 to 50% സ്കോളർഷിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അക്കാഡമി ഹാസ് ഓഫേർഡ് 15 to 30% ചില MBA ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കും ചില കോഴ്സുകൾക്ക് 50% സ്കോളർഷിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട്. അടുത്ത മറ്റൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിമിംഗ്ഹാം, UK ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഈ അടുത്ത കാലത്താണ് അവർ അതിൻ്റെ UK ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തത്. ദേ ആർ ഓൾസോ ഓഫറിങ് അപ് ടു 30% ട്യൂഷൻ സ്കോളർഷിപ്പ്. അപ്പം ആ ഒരു യൂണിവേഴ്സിറ്റിയും അത് ക്യാൻ ഗോ അപ് ടു 50% എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിപ്പെൻഡ് അപ്പോൺ ദ സബ്ജക്റ്റ് വാട്ട് ദേ ആർ ചൂസിങ്. മറ്റൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വോളങ്കോൺ ഇൻ ദുബായ്, ഏറ്റവും പ്രശസ്തമായ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയാണ്. അവരും ദേ ആർ ഓൾസോ ഓഫറിങ് 15 to 50% ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. മറ്റൊരു യൂണിവേഴ്സിറ്റി മർഡോക്ക് യൂണിവേഴ്സിറ്റിയാണ്. They are also offering up to 40%. Murdoch University in Dubai has
been offered up to 30% scholarship for the students who are interested for specialized courses ആണ്. അപ്പം ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു അവസരം നോക്കാവുന്നതാണ്. പിന്നെ സായി യൂണിവേഴ്സിറ്റി, SAE യൂണിവേഴ്സിറ്റിയാണ്, SAE സായി യൂണിവേഴ്സിറ്റിയാണ്. They are also offering up to 50,000 dirhams. They are offering scholarship for different type of courses ഉണ്ട്. They are also having a film institute ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഈ SAE യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ, ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ വളരെയധികം ഓസ്ട്രേലിയൻ ബേസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അതിലൊക്കെ തന്നെ വളരെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് SAE യൂണിവേഴ്സിറ്റി ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ SP ജെയിൻ സ്കൂൾ ഓഫ് ഗ്ലോബൽ മാനേജ്മെൻറ്റ്. അവരും they are also offering the scholarship. The amount not been mentioned here, but you can go to their site and you can check the percentage of the scholarship in SP Jain School of ഗ്ലോബൽ മാനേജ്മെൻറ്റ് സൈറ്റിൽ ചെന്നാൽ അവരുടെ ഒരു സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ദുബായ് ഇൻട്രൊഡ്യൂസ് 24-hour പെയ്ഡ് പാർക്കിംഗ് അറ്റ് 59 മോസ്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം നമ്മൾ ഈ പള്ളികളിൽ നമസ്കരിക്കാൻ പോകുന്ന സന്ദർഭങ്ങളിൽ പള്ളിക്ക് സമീപമുള്ള ചില സ്പെഷ്യലൈസ്ഡ് പാർക്കിങ്ങുകളിലൊക്കെ തന്നെ ഇപ്പോഴും വരെയും ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഫീസ് കൊടുക്കേണ്ടിയിരുന്നില്ല. പക്ഷേ അക്കോർഡിംഗ് ടു ദ ന്യൂസ് അപ്ഡേറ്റ്സ് 59 മോസ്കുകൾ 24 hours പാർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലോ നെറ്റിലോ കയറി പാർക്കിംഗ് സോൺ ചെക്ക് ചെയ്യണം. കാരണം അറിയാതെ നമ്മൾ പ്രത്യേകിച്ചും ജുമാ നമസ്കാരത്തിനൊക്കെ നമ്മൾ ഒരുപാട് ലോങ് അവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് ജുമാ നമസ്കാരത്തിന്. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ പോകുന്ന പള്ളിയിൽ ആ ഭാഗം ഒരു 24 hours പാർക്കിംഗ് സോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും പാർക്കിംഗ് ഇട്ടിട്ട് വേണം ഞങ്ങൾ മോസ്കിലേക്ക് പ്രവേശിക്കേണ്ടത്. വളരെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ഹാബിറ്റാണ് പെട്ടെന്നൊരു 2 minutes 3 minutes അല്ലെങ്കിൽ 5 minutes 10 minutes ഒക്കെ പോകുമ്പോൾ AC ഓണാക്കി വെച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നൊരു പ്രവണതയുണ്ട്. ഇത്തരം ഒരു പ്രവണത ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ കാഠിന്യം വെച്ച് പരിശോധിക്കുമ്പോൾ വണ്ടിക്ക് ഒരു ഫയർ ക്യാച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാ ഡ്രൈവേഴ്സിനും, വണ്ടി ഓടിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്. അത്തരം അപകടകരമായ സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത്. UAEയുടെ നിയമങ്ങൾ പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഏറ്റവും സന്തോഷപരമായ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ദുബായ് ടു ലോഞ്ച് ഫ്ലൈയിങ് ടാക്സി സർവീസ് നെക്സ്റ്റ് ഇയർ. 2026 ലോകത്തിന് തന്നെ ആദ്യമായി മാതൃകയായിക്കൊണ്ട് ദുബായ് ഈസ് ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ കൊമേഴ്ഷ്യൽ എയർ ടാക്സി സർവീസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഇന്നത്തെ പത്രത്തിൽ ആ ഡ്രോണിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്മോൾ എയർക്രാഫ്റ്റിൻ്റെ ഒരു മോഡലാണ്. 4 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ കാർഗോസും കൊണ്ടുപോകാൻ പറ്റും. അതിലുപരി അതിൻ്റെ ഏറ്റവും ഒരു സവിശേഷത എന്ന് പറയുന്നത് 30 minutes കൊണ്ട് നമുക്ക് ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് എത്താൻ കഴിയും. ഒരുപക്ഷെ ഫ്ലൈറ്റ് സർവീസിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഈ സിറ്റിയൊക്കെ അങ്ങനെ ആസ്വദിച്ച് ഒരു 30 minutes കൊണ്ട് UAEയിലെത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദുബായ് ബൈ നെക്സ്റ്റ് ഇയർ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോബി ഏവിയേഷൻസ് ആണ്. 30 minutes കൊണ്ട് ദുബായ് ടു അബുദാബി, അതുപോലെ തന്നെ ദുബൈയിൽ നിന്ന് റാസൽ ഖൈമയിലേക്കും അതുപോലെ തന്നെ ദുബൈയിലേക്കും ഫുജൈറയിലേക്കൊക്കെ തന്നെ അവരുടെ ടൈം ഫ്രെയിം പറഞ്ഞിരിക്കുന്നത് 30 minutes ആണ്. വി വിഷ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് സക്സസ് ഫോർ ദുബായ് ഗവൺമെൻറ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ദുബായ് ടാക്സി സർവീസ് ബി എ റിസൗണ്ടിങ് സക്സസ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ജോബ് ലെബ് ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. UAEയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ എംപ്ലോയീസുകളും മാൻഡേറ്ററി ആയിട്ട്, അതായത് കർശനമായി എടുക്കേണ്ട ഒരു പദ്ധതിയാണ് ജോബ് ലോസ് ഇൻഷുറൻസ് പദ്ധതി. അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പരിരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 3 മാസം വരെ നമുക്ക് ഒരു അത്യാവശ്യ കാര്യങ്ങൾ ഒക്കെ സർവൈവ് ചെയ്ത് കിട്ടുന്ന ഒരു സാമ്പത്തിക പാക്കേജാണ് ഈ ഒരു ജോബ് ലോസ് ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എൻട്രിങ് ദ എമറേജ് ID നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇതാണ് അതിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കരുതേണ്ടതായ ഒരു ഡോക്യുമെൻറ്റ് പ്രോസസ്സ്.
പിന്നെ അതിനുശേഷം നമുക്കൊരു SMS റിസീവ് ചെയ്യും. ആഫ്റ്റർ എൻട്രിങ് ദ കോഡ് നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ആവും. ഇതല്ലെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ആമ സർവീസ് സെൻറ്റേഴ്സുകളൊക്കെ തന്നെ അക്രോസ് എവരിവെയർ അക്രോസ് ഈച്ച് ആൻഡ് എവറി കോർണർ ഈസ് അവൈലബിൾ ഇൻ UAE. തീർച്ചയായിട്ടും എല്ലാ എംപ്ലോയീസും ഈ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്താതെ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് പദ്ധതി ടൈമിൽ തന്നെ റിന്യൂ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു ദുഃഖകരവും എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് നമുക്കെല്ലാം പരിചിതമാണ്. 2 സൂയിസൈഡ് നമ്മുടെ UAE നടന്നു. മലയാളികളായ 2 പേർ ആത്മഹത്യ ചെയ്ത അതുല്യ എന്നും മറ്റൊരു കുട്ടിയും ആത്മഹത്യ ചെയ്ത സംഭവം. അതുല്യയുടെ ഹസ്ബൻഡിനെ ഇന്നത്തെ ഒരു ന്യൂസ് അപ്ഡേറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ വളരെ വളരെ ദുഃഖകരവും അല്ലെങ്കിൽ തന്നെ വളരെ ആശങ്കാജനകവുമായ ഒരു സംഭവമായിരുന്നു ഈ 2 ആത്മഹത്യയും. നമ്മുടെ കേരളീയരായ സമൂഹത്തിൽ ഇന്ന് നാം കാണുന്നത് പോലെയല്ല ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഹാരം എന്ന നിലയിൽ പെട്ടെന്നുള്ള ഒരു വികാരത്തിന് അടിമയായി അല്ലെങ്കിൽ ഒരുപക്ഷെ കൊടിയ പീഡനങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരു ഭാഗമായിട്ട് പെട്ടെന്ന് ഒരു ആത്മഹത്യ എന്ന ഒരു ഷോർട്ട് ഫോമിലേക്ക് നമ്മുടെ പലരും വഴുതി വീഴുന്നു പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ഒരു UAE ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരു ബൃഹത്തായ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. അവരൊരു കൗൺസിലിംഗ് സെൻറ്റർ ഇന്ത്യൻ അസോസിയേഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയുമാണ് ഈ ഒരു സർവീസ് ലഭ്യമാകുന്നത്. 10 മണി മുതൽ ഒരു ഉച്ചവരെയാണ് ഈ ഒരു സർവീസ് ലഭിക്കുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ലോക്കൽ നമ്പർ അതായത് 0656108845 അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് @iasharja.com നിങ്ങളുടെ അപ്പോയിൻമെൻറ്റുകൾ രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്ന കൺഫർമേഷൻ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്ററിൽ പോവുകയും ഈ ഒരു സെൻറ്റർ ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ UAEയുടെ ഷാർജ പോലീസിൻ്റെ എല്ലാ പരിരക്ഷയോടു കൂടിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സർവീസ് നടത്തുന്നത് എന്നുകൂടി നമ്മളെല്ലാം മനസ്സിലാക്കണം. ഈ യജ്ഞത്തിൽ നമുക്കെല്ലാം പങ്കുചേരാം. എല്ലാവിധ ആശംസകളും. മറ്റൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നോൺ ഫ്ലൂ വൈറൽ ഫീവേഴ്സ് റൈസിങ് ദിസ് സമ്മർ എന്ന ഒരു ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഗൾഫ് ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഈ ഒരു ഫ്ലൂ ഇപ്പോൾ പിടിക്കുന്നുണ്ട്. ആ ഫ്ലൂ ഇഗ്നോർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഫ്ലൂവിന് ഒരുപക്ഷെ വളരെ സീരിയസ് ആയ ഇമ്പാക്ട്സുകൾ ഉണ്ടാവാം. ഒരുപക്ഷെ ഈ ഫ്ലൂ ഒരു സൈമൾട്ടേനിയസ്ലി ഇറ്റ് മൈറ്റ് ബി എ COVID-19 പോലുള്ള ഒരു വൈറൽ എഫക്റ്റ് ആകാം. അങ്ങനെയുള്ള പല ഡൈവേഴ്സിഫിക്കേഷനും ഈ ഫ്ലൂ മുഖാന്തരം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഫ്ലൂ അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക ദേ ആർ നോട്ട് ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹൈ ഗ്രേഡ് ഓഫ് പ്രോലോങ്ഡ് ഫീവർ, ഒരു തുടർച്ചയായി ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പനി നിങ്ങൾക്ക് വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടനെ തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കുക. ഡ്രൈ കഫ് ഉള്ളവർക്കും ഓഫൺ ലാസ്റ്റിംഗ് മോർ ദാൻ 2 to 3 വീക്സാണ്. അപ്പോൾ 2-3 ആഴ്ചയൊക്കെ ചുമ കണ്ടിന്യൂസ് ആയിട്ട് ചുമ തുടരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവരൊക്കെ തന്നെ ഒരു മെഡിക്കേഷന് ഒരു ഭാഗമാകേണ്ടതാണ്. അതുപോലെ തന്നെ ഈ തൊണ്ടയുടെ വേദന, മൂക്കിൻ്റെ ഒരു ജലദോഷം സംബന്ധമായിട്ടുള്ള ലോങ് ടൈം, അതുപോലെ തന്നെ കഠിനമായ ഹെഡേക്ക്, അത്തരം സിംറ്റംസ് ഉള്ളവർ തീർച്ചയായിട്ടും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്ക് സമീപിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത്തരം വൈറസുകൾക്ക് മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളൊരു നല്ലൊരു സുരക്ഷിതമായ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്ന ആ അവബോധത്തോടു കൂടി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ ചികിത്സ നിങ്ങൾ ടൈംലി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉറപ്പ് വരുത്തുക. അവർ TV 27 അവസാനമായി നൽകുന്ന ഒരു സന്ദേശം എന്നത് MDMA പ്രഹരത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് നമ്മളെപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മയെല്ലാം തന്നെ ഒരു വളരെയധികം ആശങ്കാജനകമാക്കുന്ന മറ്റൊരു ഘടകം എന്നത് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ബന്ധുമിത്രാദികളൊക്കെ നൽകുന്ന പാഴ്സലുകൾ കൊണ്ടുവരുന്ന ഒരു ശീലം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ 2-3 സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ അപകടകരമായൊരു സ്ഥിതിവിശേഷമാണ്. പ്രത്യേകിച്ചും GCC രാജ്യങ്ങളിലൊക്കെ തന്നെ MDMA പോലുള്ള കണ്ടൻസുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ സാധനങ്ങളോ അതെങ്കിലും പാക്കേജുകളോ കണ്ടെത്തുകയാണെങ്കിൽ അവരുടെ ജീവിതം
ജീവിതം ഒരുപക്ഷെ ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലാത്ത ഒരു സാധനവും പ്ലീസ് ദയവ് ചെയ്ത് നമ്മൾ മറ്റാരുടെയും പാഴ്സലുകൾ ക്യാരി ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ മറ്റൊരു രാജ്യത്ത് നിരോധിക്കപ്പെട്ടതാണ് എങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമസംഹിതകളിൽ നിന്നുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ ലൈഫ് ourselves. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.